ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം, എന്താനു എന്തെങ്കിലും എമർജൻസി കോൾ ഉണ്ടോ? സത്യമ്മ കാണാൻ വന്നിട്ടുണ്ട്. സത്യമയോ? വരാൻ പറയൂ. വരൂ സത്യമേ. രാഘവട്ടെ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം. അച്ഛാ, കണ്ടില്ലേ സത്യമ്മ പറഞ്ഞിട്ട് പോയത്? എനിക്ക് അസൂയും കുശുമ്പും കൂടുതലാണെന്നല്ലേ പറഞ്ഞിട്ട് പോയത്? അങ്ങനെ ഭാമ പറഞ്ഞോ? ഞാൻ കേട്ടില്ലല്ലോ. ഊഹിച്ചെടുക്കാനല്ല പറഞ്ഞുള്ളൂ. അത് അസൂയം കുശുമ്പോണെന്ന് പറഞ്ഞ ആരാ? ഇതെല്ലാം പറഞ്ഞ നീ എന്നാ, എന്നിട്ട് സ്വയം നിന്നങ്ങ് തുള്ളുവാ. കഷ്ടം. വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് മറ്റുള്ളവർക്ക് സമാധാനം തരത്തില്ല. ചുമ്മാതെ. നിങ്ങൾക്ക് ഇങ്ങനെ വല്ലവരും കൊണ്ടുവരുന്നതും കഴിച്ച് ഈ മൊബൈൽ നോക്കി ഇരുന്നാ മതിയല്ലോ. മറ്റുള്ളവര് കുറ്റപ്പെടുത്തുന്നതും പറയുന്നൊന്നും കേൾക്കണ്ടല്ലോ. എടി, എന്താ ഇപ്പൊ ഉണ്ടായേ? നമുക്ക് രണ്ടുപേർക്കും ജോലി ഇല്ലാത്തത് ഇവിടെ ഒരു പ്രശ്നമാണ്. ഒന്നുകിൽ എനിക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് താമസം മാറണം. ഇത് രണ്ടും എന്തായാലും പെട്ടെന്ന് നടക്കത്തില്ല. എനിക്ക് നല്ലൊരു ജോലി ഇല്ലാതെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാ നമ്മൾ എങ്ങനെ ജീവിക്കും? വാടകയ്ക്ക് പോയാൽ മാത്രം മതിയോ? വാടക കൊടുക്കാൻ പണം വേണ്ടേ? പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ? പിന്നെ ഇതൊക്കെ ആവശ്യമുള്ളതല്ലേ? എല്ലാ കാലവും നമ്മളിങ്ങനെ കുഞ്ഞേച്ചിയുടെ ചെലവ് കഴിയാന്നാണോ വിചാരിച്ചിരിക്കുന്നേ? എടി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിസ വരും. അതുവരെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോ അതുവരെ ഈ വീട്ടിലുള്ളവരുടെ ആട്ടും തുപ്പ സഹിച്ച് ഞാനിവിടെ കഴിയണമെന്നാണോ രോഹിത് പറയുന്നേ? സത്യാമ്മ ഇപ്പൊ മൂത്ത മരുമോൾക്ക് ബിരിയാണി വെച്ചോണ്ട് കളക്ടറേറ്റിലേക്ക് പോയിരിക്കുക. ഇതൊക്കെ ആരെ കാണിക്കാനാ? ഈ എന്നെ കാണിക്കാനോ? എനിക്കാണെങ്കി ഇപ്പൊ അസൂയും കുശുമ്പും കൂടുതലാണെന്ന് പുതിയ കണ്ടുപിടുത്ത നിങ്ങളുടെ സത്യാമ്മയുടെ. അവരിപ്പോ മൂത്ത മരുമോളെ തലേ ചുമന്നോണ്ട് നടക്കല്ലേ? നടക്കട്ടെ, എത്ര നാള് നടക്കുമെന്നറിയാലോ. രോഹിത്തെ, എനിക്കിവിടെ നിക്കാൻ വയ്യ. രോഹിത്തിന് എന്റെ ഒപ്പം വരാൻ പറ്റുമില്ലയോ? ഗൾഫിൽ പോകുന്നവരെ നമുക്ക് എന്റെ വീട്ടിൽ പോയി നിക്കാം. എടി, അപ്പോഴും നിന്റെ ഇവിടുത്തെ അവസ്ഥയാവില്ലേ എനിക്കെവിടെ? എടി, നിന്റെ അമ്മയൊന്നും പറയില്ലായിരിക്കും, പക്ഷെ നിന്റെ അച്ഛൻ പറയുന്ന മുഴുവൻ ഞാൻ കേട്ടോണ്ട് നിൽക്കണ്ടേ? നീ എനിക്ക് കുറച്ച് സമാധാനം താ. രോഹിതേ, ദേ, എനിക്കിങ്ങനെ നാണം കെട്ടി ഇവിടെ നിക്കാൻ വയ്യ. അതാവുമ്പോ സ്വന്തം വീടെങ്കിലും അല്ലേ. എന്തായാലും ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. രോഹിത് എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? ഞാൻ വരുന്നില്ല. പിന്നെ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ട് ഇറങ്ങിക്കോണം. ഒരു തിരിച്ചുവരവ് ഇങ്ങോട്ട് ഉണ്ടാവരുതെന്ന്. പിന്നെ ഞാൻ എന്റെ മോളെയും കൊണ്ടുപോകും. കൊണ്ടുപോയിക്കോ. ശാലിനിക്കും വിഷ്ണുപ്രഭയ്ക്കും അവരുടെ മകളെ തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവരാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. എടി, ഒടുവിൽ നീ ഒറ്റപ്പെടും. ജീവിതകാലം മുഴുവൻ ഹോട്ടൽ പണിയും ചെയ്ത് ഒറ്റയ്ക്ക് സ്വന്തം വീട്ടിൽ നിൽക്കേണ്ടി വരും. അങ്ങനെ ഒരു ജീവിതം നീ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തിനാ മടിച്ചിരിക്കുന്നേ? പോ, ചെല്ല്. പോയി സ്വസ്ഥത കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയി ജീവിക്കേ. എന്റെ ശ്യാമെ, ഇതുപോലെ വാശിപ്പുറത്ത് പോകാനും വരാനും ഒക്കെ സാധിക്കും, അതിനുള്ള കഴിവുള്ളവർക്ക്. പക്ഷെ എടി, നമ്മളെപ്പോലുള്ളവർ പോയാലും വന്നാലും നിന്നാലും ഒന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എടി, കാരണം നമ്മുടെ കയ്യിൽ അതിനുള്ള പാങ്ങില്ല. എടി, തൊട്ട് എടി, ആദ്യം അതുണ്ടാവട്ടെ, എന്നിട്ട് മതി എടുത്തിയേട്ടൊക്കെ. എടി, നീ ഒന്ന് ക്ഷമിക്കേ. എന്തായാലും ഇത്രയും കാത്തില്ലേ, കുറച്ച് സമയം കൂടെ എനിക്കൊന്ന് താ.
ഞങ്ങള് സ്ത്രീ സംരക്ഷണ സമിതിയിലെ ആൾക്കാരാ. ഞങ്ങൾക്ക് കളക്ടർ മാഡത്തെ ഒന്ന് കാണണം. നേരത്തെ ഫോണിൽ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തത് നിങ്ങളായിരുന്നോ? ഞങ്ങള് മാഡത്തെ വിളിച്ച് ഞങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. മാഡം വേണ്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുമുണ്ട്. പക്ഷെ നേരി കണ്ട് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഉം. ഇപ്പൊ ഫ്രീ ആണെങ്കിൽ ഞാൻ നിങ്ങൾ അകത്തേക്ക് കയറ്റി വിടാം. അല്ലെങ്കിൽ കുറച്ചു നേരം ഇരിക്കേണ്ടി വരും. ശരി, എന്തായാലും മാഡത്തെ കണ്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. വരൂ. ഇത് സത്യമ്മയുടെ കാറാണല്ലോ. അതെ, കളക്ടറെ വീട്ടിൽ നിന്നുള്ള കാറാ. ആണോ? ആ. സത്യമ്മേ, ഞാൻ സഹായിക്കണോ? വേണ്ട, എനിക്ക് മോളെ അല്ല ശാലിനി ഒന്ന് കാണണമായിരുന്നു. അതിനെന്താ, ഞാൻ കൊണ്ടാക്കാം. വന്നോളൂ. ആ. വരൂ വരൂ. സ്ത്രീ ശക്തി അല്ലേ? അതെ മാഡം. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? ഉഷാറായിട്ട് നടക്കുന്നില്ലേ? ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത് അതിദാരിദ്ര്യാവസ്ഥയിലുള്ള അമ്മമാർക്കുള്ള എംബ്രോയിഡറി പരിശീലനമാണ്. ഒരുപാട് പേര് പങ്കെടുത്തിരുന്നു മാഡം. മാഡം പറഞ്ഞ തയ്യൽ ക്ലാസ് സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാ ഞങ്ങള്. ഒരു 10 തയ്യൽ മെഷീനുള്ള ഫണ്ട് ഞാൻ റെഡിയാക്കി തരാം. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന അമ്മമാരിവിടെ ഉണ്ടാവണം. എല്ലാവരും എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ അറിഞ്ഞിരിക്കട്ടെ. എല്ലാ കുടുംബങ്ങളിലും വഴക്കുണ്ടാവുന്നതിന്റെ പ്രധാന കാരണം തന്നെ ഭർത്താവിന്റെ പണം കൊണ്ട് മാത്രം കുടുംബ ചെലവുകൾ നടത്തുകയും അതിൽ പോരായ്മ വരികയും അതെങ്ങും എത്താതെ വരികയും ചെയ്യുമ്പോ ആ വീട്ടില് വാക്ക് തർക്കങ്ങളും ബഹളങ്ങളും ഉണ്ടാവും. എന്നാ ഭാര്യയും കൂടി എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ ആ വഴക്ക് അവിടെ മാറിക്കിട്ടും. വീട്ടിലേക്കുള്ള വരുമാനക്കുറവ് തന്നെയാണ് കുടുംബ വഴക്കിനുള്ള പ്രധാന കാരണവും. നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ അതൊരു പരിധിവരെ പരിഹരിക്കാനാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. സ്വപ്രയത്നം കൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറി വിജയം കൈവരിച്ച സ്ത്രീ എന്ന നിലയിൽ ഈ വർഷത്തെ ഞങ്ങളുടെ സ്ത്രീശക്തി പുരസ്കാരം മാഡത്തിന് തരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മാഡം ഇത് സ്വീകരിക്കണം. മാഡം, എന്താനു എന്തെങ്കിലും എമർജൻസി കോൾ ഉണ്ടോ? സത്യമ്മ കാണാൻ വന്നിട്ടുണ്ട്. സത്യമയോ? വരാൻ പറയൂ. വരൂ സത്യമേ. എന്നാ സത്യമേ, എന്താ കാരിയറൊക്കെ ആയിട്ട്? കുറച്ച് ബിരിയാണിയാ. ഇത് മോൾക്ക് മാത്രമല്ല, മോളുടെ കൂട്ടത്തിലുള്ളവർക്കും കൊണ്ടുവന്നിട്ടുണ്ട്.